ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഏകദേശം ഒരു മാസത്തോളമായി വീഡിയോ ഇട്ടിട്ട്. അപ്പം ഇന്നൊരു വീഡിയോ ആയിട്ട് വരാമെന്ന് വിചാരിച്ചു. ഇന്ന് കുറച്ച് സ്പെഷ്യലായിട്ടുള്ള ഒരു ഐറ്റമാണ് മുരിങ്ങയ്ക്കയും പ്രോൺസും കൂടി ഇട്ടിട്ടുള്ള ഒരു തീയലാണ് നമ്മൾ ഇന്നുണ്ടാക്കുന്നത്. ഈ ഒരൊറ്റ കറി മതി നമുക്ക് ആവശ്യത്തിന്, അതായത് വയറ് നിറച്ച് ചോറ് കഴിക്കാൻ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ തേങ്ങ നമുക്ക് വറുത്തെടുത്ത് മാറ്റിയെടുത്ത് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിനകത്തേക്ക് ഒരു പിടി തേങ്ങ എടുക്കണം. എന്നിട്ടിത് ചെറിയ തീയിലിട്ടിട്ട് നമ്മളൊന്ന് വറുത്തെടുക്കണം. ഏകദേശം ബ്രൗൺ കളറായി കഴിയുമ്പോഴത്തേക്കിന് ഇതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി ഈ പൊടികളുടെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് ഇളക്കിയിട്ട് പിന്നെ അത് മാറ്റി ഒരു പാത്രത്തിനകത്തേക്ക് മാറ്റിയെടുത്ത് വെക്കാം. ഇനി തീയലിന് വേണ്ടിയിട്ടുള്ള പച്ചക്കറി എല്ലാം കൂടെ അരിഞ്ഞു വെക്കണം. ഒരു സവാള, ചെറിയൊരു സവാള, കുറച്ച് ചുമന്നുള്ളി, ഒരു തക്കാളി, 2 അല്ലി പച്ചമുളക്, പിന്നെ മുരിങ്ങയ്ക്ക നീളത്തിലരിയണം. ബാക്കിയെല്ലാം ക്യൂബായിട്ട് അരിയണം. എന്നിട്ടിത് മാറ്റി വെക്കണം. പിന്നെ നമ്മുടെ കുറച്ച് പ്രോൺസും കൂടെ എടുത്ത് വെക്കണം. ഇനി ഒരു പാത്രം വെച്ചിട്ട് അതിനകത്തേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടാകുമ്പോഴത്തേക്കിന് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന സവാളയും കുഞ്ഞുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് വഴണ്ട് കഴിയുമ്പോഴത്തേക്കിന് അതിനകത്തേക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന പച്ചമുളകും തക്കാളിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി ഇതും കൂടെ ഒന്ന് വഴണ്ട് കഴിയുമ്പോഴത്തേക്കിന് ഇതിനകത്തേക്ക് നമുക്ക് ആ മുരിങ്ങയ്ക്കയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി വെച്ചിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇത് മഞ്ഞൾപ്പൊടി എല്ലായിടത്തും ആവുന്ന രീതിയിൽ നമുക്കൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇനി ഇതിനകത്തേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇത് അടച്ചു വെച്ചിട്ട് ഏകദേശം ഒരു മീഡിയം ഫ്ലെയിമിലാണ് തീയിട്ടേക്കുന്നത്. ഇത് നന്നായിട്ട് ഒന്ന് തിളയ്ക്കണം. അപ്പോൾ ഈ ഒരു ടൈം കൊണ്ട് നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന തേങ്ങ ഏകദേശം തണുത്തിട്ടുണ്ട്. ഇനി അത് മിക്സിയുടെ ജാറിൽ വെച്ചിട്ട് നന്നായിട്ട് അങ്ങ് അരച്ച് പേസ്റ്റ് പോലെ ആക്കിയെടുക്കണം. അപ്പോഴത്തേക്കിന് നമ്മുടെ ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഈ തിളച്ച ഇതിനകത്തേക്ക് നമ്മൾ ആ പ്രോൺസ് ഉണ്ടല്ലോ, പ്രോൺസും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്നും കൂടെ അടച്ചു വെച്ച് നമുക്ക് തിളപ്പിക്കാം പ്രോൺസ് വേകാൻ വേണ്ടിയിട്ട്. ഇതവിടെ കിടന്ന് തിളയ്ക്കുന്ന സമയം കൊണ്ട്, അതായത് പ്രോൺസ് വേവുന്ന സമയം കൊണ്ട് ഒരു പാത്രത്തിൽ നമുക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ വാളംപുളിയും കൂടെ എടുത്തിട്ട് അതിനകത്ത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് മാറ്റി വെക്കാം, അതൊന്ന് കുതിരാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേക്കിന് നമ്മുടെ പ്രോൺസൊക്കെ ഏകദേശം വെന്തിട്ടുണ്ട്, ഏകദേശം 1/4 ഭാഗത്തോളം വെന്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ആ അരച്ചു വെച്ചേക്കുന്ന അരപ്പുണ്ടല്ലോ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് അടച്ചു വെച്ച് ബാക്കിയും കൂടെ വേവിച്ച് നമുക്ക് എടുക്കാം. ഇത് അടച്ചു വെച്ച് അടുത്തൊരു തിളയും കൂടെ വന്ന് കഴിയുമ്പോഴത്തേക്കിന് നമുക്കിത് തുറന്നിട്ട് നമ്മൾ ആ പുളി മാറ്റി വെച്ചിട്ടുണ്ടല്ലോ അത് നന്നായിട്ട് പിഴിഞ്ഞ് ഇതിനകത്തേക്ക് പുളിവെള്ളം കൂടെ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. തീയലിന് എന്താണേലും ഒരു ചെറിയൊരു പുളി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പുളി, അതായത് എല്ലാവരും ചേർക്കുമെന്ന് അറിയത്തില്ല, പക്ഷെ നമ്മുടെ ഇവിടെയൊക്കെ പുളി ചേർക്കാറുണ്ട് ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് വീണ്ടും അടച്ചു വെച്ചിട്ട് ഒരു തിളയും കൂടെ വരുന്നിടം വരെ വെയിറ്റ് ചെയ്യണം. ആ തിളയും കൂടെ വന്നു കഴിയുമ്പോഴത്തേക്കിന് നമ്മുടെ ഈ മുരിങ്ങയ്ക്ക പ്രോൺസ് തീയൽ റെഡി ആയിട്ട് കിട്ടും. ഇനിയിപ്പോൾ ലാസ്റ്റായിട്ട് ഒന്നുമില്ല, നമുക്ക് കടുക് വറുത്തും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഈ തീയൽ സെറ്റായിട്ട് കിട്ടും. അപ്പോൾ കടുക് വറക്കാൻ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. പാൻ വെച്ചിട്ട് അതിനകത്തേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ചൂടാകുമ്പോഴത്തേക്കിന് കടുകിട്ട് കൊടുക്കണം. കടുകിട്ട് കഴിയുമ്പോഴത്തേക്കിന് ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചേക്കുന്നത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് കരിയാപ്പലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വറുത്ത് കോരി ഈ തീയലിലേക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ തീയൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയാണോ തീയലുണ്ടാക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങളുടെ വീട്ടിൽ തീയലുണ്ടാക്കുന്നതെന്ന് കമൻറ്റിൽ പറയണം. പിന്നെ ഇങ്ങനെ നിങ്ങൾ അല്ല ഉണ്ടാക്കുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്താണേലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. വയറ് നിറയെ ചോറ് കഴിക്കാൻ ഈ ഒരൊറ്റ കറിയുടെ ആവശ്യമേ ഉള്ളൂ, വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ എന്താണേലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റും ചെയ്യുക.